ഹലോ ഗൈസ്, കുറേ കൂട്ടുകാർ എന്നെ നേരിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചേ കായലിൽ കരിങ്കക്ക ഉള്ള കണക്ക് തന്നെ വെള്ളക്കൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വെള്ളക്കൊക്കെ കാണിച്ചു തരാവേ. കണ്ടോ, ഈ കക്കേനെയാണ് ഞങ്ങളിവിടെ വെള്ളക്കക്ക എന്ന് പറയുന്നത്. നമ്മുടെ അഷ്ടമുടി കായലിൽ അഴിമുഖത്തുണ്ടാകുന്ന വെള്ളക്കക്കയാണ്. വെള്ളക്കക്ക ഉൽപ്പാദനം കുറവാന്ന് പറഞ്ഞാൽ കായലിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ ഇത് മേടിച്ച് തിരിഞ്ഞ് വൃത്തിയാക്കി ഇത് വെള്ളത്തിലിട്ട് വെക്കണം. നല്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണ് കവിട്ടി കിട്ടും. ഉപ്പുവെള്ളത്തിലായാൽ താമസിക്കും. മണ്ണ് കവിട്ടിയില്ലെങ്കിൽ മണ്ണ് കടിക്കുക ആ മീറ്റിനകത്ത്. മീറ്റെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഇറച്ചിക്ക് ആ മീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വാരിയിട്ട് പച്ചക്കടത്തി എടുക്കാൻ വേണമെങ്കിൽ കത്തി ഇതിനകത്തോട്ട് അങ്ങോട്ട് കയറ്റണം. ചെറിയ ബ്ലേഡ് പോലുള്ള കത്തി കൊണ്ട് തുറന്നിട്ട് ഇളക്കിയിട്ട് പച്ചയ്ക്ക് മാങ്ങായിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനാണെങ്കിൽ ഫസ്റ്റാണ്. പിന്നെ തോരൻ വെക്കാനും ഫസ്റ്റാണ്. എന്തുകൊണ്ടും പിന്നെ ആൾക്കാർ പഴമക്കാർ പറയും രാത്രി കക്ക കഴിക്കരുതെന്ന് പറയുന്നത് പറഞ്ഞാൽ ദഹനം കുറവുണ്ടായിട്ടാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പകലെ സംബന്ധിച്ച് നമ്മൾ കഴിച്ചാലേ നമ്മളെ കൊണ്ടൊക്കെ നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ രാത്രി പോയി നമ്മൾ ഉറങ്ങത്തല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ രാത്രി കാലങ്ങളിൽ കക്കായും ഞണ്ടൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ കൊച്ചുങ്ങൾക്ക് നല്ലതാണ്, അല്ലാതെ വേറെ ഏറ്റവും ദോഷങ്ങളൊന്നുമില്ല. കറി വെക്കാം, തോരൻ വെക്കാം, പിന്നെ റോസ്റ്റ് ചെയ്യാം, വറുക്കാം, അച്ചാറിടാം. ഏറ്റവും എന്നാൽ ഇതിനെക്കാട്ടി കൂടുതൽ ഗുണം ആൾക്കാർ പറയുന്നത് കരിങ്കക്കായ്ക്കാന്നാണ്. കരിങ്കക്കായ്ക്ക് ഇതിനെക്കാട്ടി ടേസ്റ്റ് വരും, ടേസ്റ്റും കൂടുതലാണ്. ഏത് സാധനവും പച്ചക്ക് ഇളക്കി എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ തന്നെ. പക്ഷേ പുഴുങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ സത്താണ് ആ വെള്ളമായിട്ട് പോയത്. അത് കഴിഞ്ഞ ശേഷം ഈ കൊന്ത നമ്മളെടുത്തിട്ട് പിന്നെ തോരനും കറിയൊക്കെ വെക്കുന്നത്. അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പച്ചക്ക് തന്നെ ഇളക്കുക. നല്ല ഒരു സാധനം തന്നെയാണ് കക്ക. അപ്പോൾ വേറൊരു വ്ളോഗുമായിട്ട് കണ്ടാലോ. ഓക്കെ, ബൈ.